ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ചെമ്മീൻ റോസ്റ്റും അപ്പവും വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 കിലോ ചെമ്മീൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പം ഗ്രേവിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പറ്റു കുഞ്ഞിതല്ലേനും എന്നാല് ഒരു മീഡിയം സൈസ് വലുപ്പമേ ഉള്ളൂ, വലിയതൊന്നും ആയിട്ടല്ല കേട്ടോ. നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഞാനിത് ക്ലീൻ ആക്കുന്നതിൽ എക്സ്പെർട്ട് ഒന്നും അല്ല കേട്ടോ. ഈ ചെമ്മീൻ എനിക്ക് ആദ്യം അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരു സ്മെല്ലല്ലേ. പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ട് വന്നിട്ട് സാധാരണ പോലെ ഫ്രൈ ചെയ്യാതെ കുക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ സ്മെല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തീരെ. പിന്നെ ഇത്തയാണ് പറഞ്ഞത്, എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മസാലയൊക്കെ റെഡി ആക്കിയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ വരുമില്ല എന്നുള്ളത് കേട്ടോ. നമ്മൾ സാധാരണ കടൽ മീൻ കഴിക്കുന്ന പോലെയല്ലല്ലോ കായൽ മീനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീടുകളിൽ വളർത്തുന്ന മീനിന് ഉള്ള ടേസ്റ്റ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ളതല്ലേ. എനിക്ക് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീനുകളൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇത്ര നമുക്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരുപാടുണ്ട് തോന്നും, പക്ഷെ ഇത് ക്ലീൻ ആയി കഴിയുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ കുറച്ച് എമൗണ്ട് ഇത് ഉണ്ടാവുള്ളൂ. അത്ര ഇതിന്റെ തൊലിയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാനിപ്പോ ചെമ്മീൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഡിന്നറിനും ബ്രെഡിന്റെ കൂടെയോ നമുക്ക് ഇപ്പൊ ഗീ റൈസിന്റെ കൂടെയൊക്കെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ഉണ്ടാക്കിയതിൽ ടേസ്റ്റ് ഉണ്ട്, റെസിപ്പി അടിപൊളിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ചെമ്മീനിൻ്റെത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണത്. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കാൽസ്യം കുറവുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് ചെമ്മീൻ. അത്രയും ബെറ്റർ ആണ് കേട്ടോ. അങ്ങനെ കഴിക്കുന്നവര്, കാൽസ്യം കുറവുള്ളവർക്ക് അങ്ങനെ കഴിക്കുന്നവര് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാണ്ട് കറി വെച്ചിട്ട് കഴിക്കുന്നത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക കേട്ടോ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് കേട്ടോ ചെമ്മീന്. നമുക്ക് 2 സൈഡിൽ വാലിന്റെ സൈഡും തലേന്റെ ഭാഗവും കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിന്റെ സെന്റർ പോർഷൻ അടർത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഫസ്റ്റ് ഒക്കെ എനിക്ക് ചെമ്മീന് കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ചെമ്മീനൊക്കെ കാക്കു വാങ്ങിയിട്ട് വരുന്ന സമയത്ത് എനിക്ക് നന്നാക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇതിന്റെ കൈയും കാലും കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. പിന്നെ അതൊക്കെ ശീലമായി, അങ്ങനെ ഓക്കെ ആയി. അത് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റൂ കേട്ടോ. ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ തലയുടെ ഭാഗത്തായിട്ടൊരു ആരുണ്ട്, ഒരു ബ്ലാക്ക് കളറിലൊരു വെയിന് പോകുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് വലിച്ചു കളഞ്ഞാൽ ചെമ്മീൻ റെഡി ആയിട്ടോ. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ്. നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതിന്റെ ഇടക്ക് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. തൊണ്ടൊക്കെ ഇതിൽ തന്നെ ഇട്ടതുകൊണ്ടാണ് കാണാതെ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ചെമ്മീൻ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതൊന്ന് വെള്ളം കൊണ്ട് ജസ്റ്റ് കഴുകിയിട്ട് മാത്രമാണ് ഉപ്പിട്ടിട്ട് വീണ്ടും കഴുകി എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വെള്ളത്തിലൊന്നത് കഴുകി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കല്ലുപ്പ ഉണ്ടെങ്കിൽ കല്ലുപ്പ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിപ്പൊണ്ട് കഴുകി എടുത്തോണ്ടു. അപ്പൊ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് വെച്ചിട്ടാണ് ഞാൻ കഴുകി എടുക്കുന്നത്. ഓ ഷിബു വന്നോ? റിമോട്ട് എടുത്തോളൂ.
ഇപ്പൊ നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടാണ്ട് ഒരു പ്രാവശ്യം അതിന് മുമ്പ് ജസ്റ്റ് ഒന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തില്. ഇപ്പൊ ചെമ്മീനൊക്കെ നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ ഈച്ചയൊക്കെ ഇരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിലേക്കുള്ള ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മുടെ മസാലയിലേക്ക് വേണ്ടത് ഫസ്റ്റ് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മസാല മാത്രമാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ സമയത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാവുന്നതാണ്. ഇത് നമുക്ക് കുക്കിംഗ് കഴിഞ്ഞാലും കൂടുതലായിട്ട് ജോലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം കുക്കിംഗ് കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിൽ നമുക്ക് ജോലി എടുക്കാൻ കഴിയില്ല. ഒന്നിച്ച് പാത്രമൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് ടൈം വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. കുക്കിന്റെ ഇടക്ക് തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കാതെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും കിച്ചണ് ക്ലീൻ ചെയ്യാനും എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ആ സമയത്തേക്ക് എനിക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ക്ലീൻ ആക്കാൻ. നേരത്തെ ഞാൻ ഫുള്ളും ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. കുക്കിങ്ങിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കലാണ് പതിവായിട്ട് ചെയ്യുന്നത്. കാരണം അത്ര ഈസി ആയിരിക്കും നമുക്ക് കിച്ചണിലുള്ള വർക്ക്. കുട്ടികളുണ്ടായപ്പോൾ പിന്നെ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് ആ സമയം ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെ കുക്കിംഗ് പരിപാടിയൊക്കെ തീരും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ക്ലീനിങ്ങിനാണ് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരിക. അപ്പൊ ഇതിന്റെ കൂടെ അതും കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് തന്നെ പണി തീരുകയും ചെയ്യും. ബാക്കിയുള്ള സമയം നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ തക്കാളിയാണ്, കുറച്ചധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 12 അല്ലി, ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഒരു ബൾബ് വെളുത്തുള്ളിയുടെ ഒരു 12 അല്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ, 2 പച്ചമുളക്, ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് മസാലയാണ്, അത് വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെല്ലുള്ളിയൊക്കെ ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്, പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഇതിൽ തന്നെ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ പച്ചമുളകും കൂടെ ഇതിനകത്താണ് ചോപ്പ് ചെയ്യുന്നത്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉള്ളി മാത്രം ചോപ്പാവാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാതിരുന്നത്. ബാലൻസ് വന്ന ഉള്ളിയും കൂടെ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഉള്ളി ഇഞ്ചിയൊക്കെ.
ഇതിൽ കളഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. മിക്സ് ചെയ്ത ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാം. തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പീസുകളാക്കിയിട്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി തന്നെ മതിയാവും കേട്ടോ. ഇത് രണ്ടും ചെറുതായതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മസാലയിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. അത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി കരിഞ്ഞു പോവോ, അടുപ്പത്ത് വെച്ചത് കരിഞ്ഞു പോവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓരോന്നായിട്ട് അതിന്റെ സമയം വിട്ടു കൊടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ കുക്ക് ചെയ്യാനും പറ്റും. നാരങ്ങ കുരു കളഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ നീരെടുത്ത് വെക്കുന്നില്ല കേട്ടോ. കുരു നമ്മുടെ കറിയിലേക്ക് വീഴ്ന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരു കളഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നിൽക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഓയിൽ വെച്ചെടുക്കുന്നത് കേട്ടോ. പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പാനെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ചാണ് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. മീനല്ല കേട്ടോ, ചെമ്മീനാണ്. ഫ്രൈ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ കുക്കാവുന്ന വേവുന്ന സമയത്ത് ചുരുണ്ട് പോവാതിരിക്കാൻ ഈർക്കിളി കോർത്തിട്ട് ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ സ്റ്റൈലിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് റോസ്റ്റ് ആക്കി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ എടുത്തത്. ഫ്രൈ ചെയ്ത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈർക്കിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നിവർന്ന് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്രയും കുറയും കേട്ടോ. അല്ലെങ്കിൽ 1 കിലോ പറയുമ്പോൾ തന്നെ അത്രയും തൊണ്ടാണ് ഇതിന് വരുന്നത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 1 കിലോ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ക്ലീൻ ആക്കി കഴിയുമ്പോൾ അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ രണ്ടാമത് ഇട്ടുള്ളതും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി മസാലയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഓയിൽ പോരാ എങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ കുറച്ചും കൂടെ 1 ടീസ്പൂണും കൂടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു 250 ml കപ്പിൽ ഒരു കപ്പാണ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കറി റെഡി ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടും ഒരേ സമയത്ത് തന്നെ റെഡിയായി കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അല്ലെങ്കിൽ കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷം അത്രയും സമയം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കൂടെ അതിനെ നിൽക്കേണ്ടി വരും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ മാവ്. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ മാവ്. ഇതിങ്ങനെ തന്നെ ചൂടാറാണ് പതിവ്. നമുക്ക് നൈറ്റിലായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ, ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെലൊക്കെ നല്ല സ്മെല്ല് ആയി വരുന്നുണ്ട്. അത് നമ്മൾ കുക്കായതിന്റെ സ്മെല്ലാട്ടോ ഇപ്പോൾ വരുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ട മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ, അതിന്റെ താഴെയുള്ള അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പട്ടയും ഗ്രാമ്പും ഏലവും കറി ബേ ലീഫും ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് മസാല നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. തക്കാളി പകുതി കുക്കാവുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയ വെള്ളത്തിൽ കടന്നിട്ടാണ് നമ്മുടെ ചെമ്മീനൊന്ന് കുക്കായി വരുന്നത്. കുക്കാവാൻ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് മസാലയുടെ കൂടെ ഒന്ന് സോട്ടായി വരുന്നത്. ഏകദേശം ഇപ്പൊ നമ്മൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചേർത്തെടുക്കുന്നത് 2 തവി കോക്കനട്ട് ഓയിലാണ്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനത് കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് തിള വരുന്ന സമയത്ത് വേണം നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എരിവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ മക്കൾ കഴിക്കൂല. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 3 മിനിറ്റ് മൂടി വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. അപ്പൊ നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തവര് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കുന്നുണ്ടോ നോക്കുക. കാരണം അധികം ഗ്രേവി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പാനിൽ പിടിച്ചിരിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ലോണം തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ തീ കൂടി പോകുന്നതും നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തത് മറ്റേ പാനാണെന്നുണ്ടെങ്കിൽ നോർമൽ പാനിലാണ് വെക്കുന്നതെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മൂടി വെച്ച് കുക്കാവുന്നതിന് മുമ്പേ ഇതിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തും അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉപ്പ് അത്രയും മതിയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം നമ്മളത് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ ഉപ്പ് കറക്റ്റ് ആണ് ഇട്ടിട്ടുള്ളത്.
കുറവും കൂടുതലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മസാലയിലൊക്കെ കിടന്നിട്ട് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇത് നമ്മൾ വാങ്ങി വെക്കാണ്. ഇനി നമ്മൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, ഈ പാനായിട്ട് മാറ്റി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാനിൽ എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. പാനിൽ എണ്ണ ആക്കി കൊടുക്കാണ്ട് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇതിൽ ചട്ടിയിൽ പിടിക്കും കേട്ടോ. പാനിൽ പിടിച്ചിരിക്കും, അതുകൊണ്ടാണ് എണ്ണ ആക്കി കൊടുക്കാൻ മറക്കരുത് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. പാനിന്ന് എണ്ണ ആക്കി കൊടുത്തതുകൊണ്ട് പാനിന്ന് ഇതുപോലെ വിട്ട് വരും കേട്ടോ. നമ്മുടെ മസാലയിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയതിനു ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ചൂടാറിയിട്ടില്ല. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ അപ്പവും ഗ്രേവിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ അപ്പവും ചെമ്മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.